നമസ്കാരം. എൻ്റെ ഡോക്കിൻ്റെ മറ്റൊരു റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും കുറഞ്ഞ ചേരുവകൾ കൊണ്ട് രുചികരമായ ഒരു ചിക്കൻ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനായി ഏകദേശം 300 ഗ്രാം ചിക്കൻ എല്ലില്ലാതെ ചെറു കഷ്ണങ്ങളായി എടുത്തിട്ടുണ്ട്. ചിക്കൻ ചെറു കഷ്ണങ്ങളായി തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് മാഗ്നേറ്റ് ചെയ്യുന്നതിനാവശ്യമായ ചേരുവകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഉപ്പ് പാകത്തിന് ചേർക്കാം. അല്പം തൈര് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി ചേർത്ത് മാഗ്നേറ്റ് ചെയ്യാം. ചേരുവകൾ ചിക്കനിൽ നന്നായി ചേർത്തിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് ഓയിലുകൾ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി മാഗ്നേറ്റ് ചെയ്തു വെച്ച ചിക്കൻ ചെറു ചൂടിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫ്രൈ ചെയ്യുമ്പോൾ മുരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 6-7 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. തിരിച്ചു മറിച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ചിക്കൻ്റെ സോഫ്റ്റ്നെസ് പോകാത്ത തരത്തിൽ ചിക്കൻ മുരിയാതെ പാകം ചെയ്തെടുക്കണം. ചിക്കൻ പാകമായിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. വളരെ രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ വിഭവമാണിത്. നമുക്ക് ചോറിൻ്റെയും മറ്റും കൂടെ സൈഡ് ഡിഷായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇനി ചിക്കൻ താളിച്ചെടുക്കണം. അതിനായി മറ്റൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ചിക്കൻ വേവിച്ചെടുത്ത ഓയിലിൻ്റെ ബാക്കി അല്പം ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തെടുത്തത് ചേർക്കാം. 10 ഉള്ളിയും 5 വെളുത്തുള്ളി അല്ലികളുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉള്ളിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. അല്പം ചതച്ച ഉണക്കമുളക് ചേർക്കാം. 4 ചുവന്ന മുളകാണ് ഞാൻ ക്രഷ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ മുളക് ചേർക്കാം. അല്പം വേപ്പില ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇങ്ങനെ മൂടി വെച്ച് വേവിക്കുമ്പോഴാണ് ചിക്കൻ നല്ല സോഫ്റ്റായി ലഭിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഉപ്പേരി തയ്യാറായിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ബൈ.